നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതിയുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ഇരിഞ്ഞാലക്കുടയിലും പരിസര പ്രദേശങ്ങളിലും പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സ്വകാര്യ വാഹനങ്ങൾ ഒഴികെ മറ്റ് വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചില്ല. സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കുറവായിരുന്നു. തുറന്നിരുന്ന ചില സ്ഥാപനങ്ങൾ സമരാനുകൂലികളെത്തി അടപ്പിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഠാണാവിൽ നിന്നും ആരംഭിച്ച പ്രകടനം ആൽത്തറയ്ക്കൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം AITUC ജില്ലാ സെക്രട്ടറി TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ സെക്രട്ടറി KA ഗോപി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം ഉല്ലാസ് കളക്കാട്ട്, CPIM ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ, CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ്, വർദ്ധനൻ പുളിക്കൽ, KS പ്രസാദ്, CY ബെന്നി, VA അനീഷ്, ജോളി, KC മോഹൻലാൽ എന്നിവർ പ്രസംഗിച്ചു. ആശ്വാസമായി ആരംഭിച്ച കഴിഞ്ഞ 3 ടേമുകളിലായി നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളെ ചുഴിഞ്ഞു നോക്കുന്ന ഏറ്റവും ഗർഹണീയമായിട്ടുള്ള വസ്തുത. ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 2014 അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ ആക്രമണം തന്നെ തൊഴിലാളി വിഭാഗങ്ങൾക്കെതിരായിരുന്നു എന്നുള്ളത് 2015 തന്നെ നാം കണ്ടതാണ്. 2015 ആഗസ്റ്റ് മാസം നിശ്ചിതകാല തൊഴിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓർഡറിലൂടെ, എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ നമ്മുടെ രാജ്യത്ത് തൊഴിലാളി ജനവിഭാഗങ്ങളെ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ അവരെ ചൂഷണം ചെയ്യുന്ന ഒരു ഉത്തരവ് 2015 ആഗസ്റ്റ് മാസത്തിൽ ഇറക്കുന്നത്. ഇപ്പോൾ ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന സുവിശേഷമാണ് ഉള്ളത്. സ്ഥിരം തൊഴിൽ, ആ സ്ഥിരം തൊഴിൽ എന്ന് പറയുന്ന ആ കാഴ്ചപ്പാടിൻ്റെ കഴുത്ത് അറുത്ത് നമ്മുടെ രാജ്യത്ത് കരാർവൽക്കരണവും അതുപോലെ തന്നെ ദിവസവേതന അടിസ്ഥാനത്തിലുള്ള തൊഴിലാളികളുടെ എണ്ണവും അതുപോലെ തന്നെ നിശ്ചിതകാല തൊഴിലും നമ്മുടെ രാജ്യത്ത് പലവിധ ഓമന പേരിട്ട് വിളിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കായിട്ടുള്ള തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള നിലപാടുകളുമായിട്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. കേരള ലാംഗ്വേജ് നെറ്റ്വർക്കിന്റെ ഇരിങ്ങാലക്കുട സബ് സെന്റർ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് കീഴിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്താണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കാട്ടുങ്ങച്ചിറ കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക് ഓഫീസിൽ നടന്ന ചടങ്ങിൽ മലയാളം യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ KM ഭരതൻ അധ്യക്ഷത വഹിച്ചു. കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക് ഇരിങ്ങാലക്കുട ഉപകേന്ദ്രം കോർഡിനേറ്റർ TP ലീന, കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക് ഡയറക്ടർ ഡോക്ടർ സജിന, SNDP യോഗം കൗൺസിലർ PK പ്രസന്നൻ, വിദ്യാർത്ഥി പ്രതിനിധി R ദിവ എന്നിവർ പങ്കെടുത്തു. പല ഭാഷകളിലെയും സാഹിത്യത്തിൻ്റെ മേഖലയിലും അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളുടെ മേഖലയിലുമെല്ലാം ഗൗരവമേറിയ പഠനങ്ങൾ ഏറ്റെടുക്കാൻ പാകത്തിൽ വളരും എന്ന പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ട് കേരള ലാംഗ്വേജ് നെറ്റ്വർക്കിൻ്റെ ഇരിങ്ങാലക്കുട ഉപകേന്ദ്രം ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ലോകത്തിൻ്റെ പ്രത്യേകത ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ
രാജ്യങ്ങളുടെ അതിർത്തി രേഖകൾ അതിവേഗം മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൊഴിൽ അന്വേഷിച്ചും ഉന്നത വിദ്യാഭ്യാസത്തിനും ഒക്കെ വേണ്ടി ധാരാളം വിദ്യാർത്ഥികൾ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്നു പോകുന്നുണ്ട്. ആ സന്ദർഭത്തിലൊക്കെ വിവിധ ഭാഷകളിലുള്ള പരിജ്ഞാനം അവർക്ക് വലിയ രീതിയിൽ സഹായകരമാകും. മാത്രമല്ല, രാജ്യാതിർത്തികൾ മാഞ്ഞുകൊണ്ടിരിക്കുന്ന ആഗോളീകൃത അന്തരീക്ഷത്തിൽ ഇംഗ്ലീഷിനെ പോലെ ഒരു സാർവദേശീയ പ്രസക്തി ഇന്ന് ഉള്ള ഇൻ്റർനാഷണൽ ലാംഗ്വേജ് എന്ന് വിളിക്കാൻ സാധിക്കുന്ന ഭാഷയിലുള്ള പ്രാവീണ്യം, അതിലുള്ള വൈദഗ്ധ്യം കുട്ടികൾക്ക് വലിയ രീതിയിൽ പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സാമൂഹ്യ പ്രവർത്തകനും ചലച്ചിത്ര നിർമ്മാതാവുമായിരുന്ന നെല്ലിക്കത്തറ ബിജോയ് ചന്ദ്രന്റെ ചരമവാർഷിക ദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. നടൻ അരുൺ ഘോഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുനിസിപ്പൽ കൗൺസിലർ മാഗി വിൻസെന്റ്, ബൈജു ചന്ദ്രൻ, റോക്കി ആളൂക്കാരൻ, PT ജോർജ്, സേതു മാധവൻ പറയം വളപ്പിൽ, സതീഷ് കാട്ടൂർ, ഷൈനി ജോജോ, റിനാസ് താണിക്കപ്പറമ്പിൽ, ഫിലിപ്പ് ഓളാട്ടുപുറം, തോമസ് കരിമാലിക്കൽ, ആർത്തർ വിൻസെന്റ് എന്നിവർ പ്രസംഗിച്ചു. ഇന്നലകൾ എന്ന പോലെയാണ് ബിജോയുടെ വേർപാടുണ്ടായത് എന്ന് മനസ്സിൽ തോന്നുന്നു. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കടന്നുപോയത് ഒട്ടും അറിയില്ല. ഇന്നലകളിൽ കൂടെ ഉണ്ടായിരുന്നു എന്നൊരു തോന്നലാണ് മനസ്സിൽ. ഇപ്പോഴും കൂടെയുണ്ട് എന്നുള്ള വലിയ ഒരു വിശ്വാസവും മനസ്സിലുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളുടെയും ഓർമ്മയിൽ ബിജോയ് ഒരു നല്ല സുഹൃത്തായി ഇങ്ങനെ ജീവിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു അനുജനെ നഷ്ടപ്പെട്ട ഒരു വേദനയിലും ഒരു വലിയ ചിന്തയിലുമാണ് ഞാനെപ്പോഴും. ഞാൻ എപ്പോഴും ആഗ്രഹിക്കും ബിജോയ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. പ്രത്യേകിച്ച് പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിലൊക്കെ അകപ്പെടുമ്പോൾ ആ പ്രിയപ്പെട്ട അനിയൻ്റെ വാക്കുകളും പിന്തുണയും പ്രവൃത്തിയും വലിയ ശക്തി പകരുമായിരുന്നു. യൂത്ത് കോൺഗ്രസ് ഇരിങ്ങാലക്കുട ടൗൺ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ് രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അസറുദ്ദീൻ കളക്കാട്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോമോൻ മാണാത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PK ഭാസി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീറാം ജയപാലൻ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി വിനു ആന്റണി എന്നിവർ പ്രസംഗിച്ചു. ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് നഷ്ടങ്ങളുടെ മാസമാണ്. നമുക്കറിയാം, ഈ ഒരു മാസത്തിന് പല പ്രത്യേകതകളുണ്ട്. എങ്കിൽ ഞങ്ങളുടെ മൂന്ന് ചെറുപ്പക്കാരെ നിഷ്ഠൂരമായി കൊല ചെയ്ത് വയ്ക്കുന്ന മാസമാണ്. എന്താണ് അതിന് കാരണം എന്ന് നമുക്കറിയാം. CPM-ന്റെ നരഭോജികൾ പയ്യന്നൂരിലെ ഷുഹൈബിനെ അവർ നിഷ്ഠൂരമായി 41 വെട്ടുവെട്ടിക്കൊണ്ട് കൊല ചെയ്യുകയാണ് ചെയ്തത്. അതിന് കാരണം അവനവിടെ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ അതിൽ വിരളിപ്പൂണ്ടുകൊണ്ട് CPM-ന്റെ നരഭോജികൾ നടത്തിയ ഈ നിഷ്ഠൂരമായ കൊല. നമുക്കറിയാം, ആ ഒരു മണ്ഡലത്തിൽ 40,000-ലേറെ ഭൂരിപക്ഷത്തിൽ CPM ജയിക്കുന്ന മണ്ഡലത്തിൽ ഒരു 27 വയസ്സുകാരനായ അപ്പാവൻ ചെറുപ്പക്കാരനെ ഇത്രയും മേൽ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിക്കൊണ്ട് അവരെ യൂത്ത് കോൺഗ്രസിനെയും ഇല്ലാതാക്കാനുള്ള അവരുടെ ശ്രമത്തിന് എതിരെ തന്നെയാണ് ഞങ്ങൾ ശക്തമായി ഇന്നും പ്രതികരിക്കുന്നത്. ഒരു ഷുഹൈബിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിനെയും ഇല്ലാതാക്കാമെന്നുള്ള വ്യാമോഹം അവർ തെറ്റിപ്പോയി, അവർക്ക് നഷ്ടമായി. ഇന്ന് കേരളം ആകെ 10,000-കണക്കിന് ഷുഹൈബമാരാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിനും ഉള്ളതെന്ന് ഏറെ ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഞങ്ങൾ ശക്തമായി തന്നെ പ്രതികരിക്കാനും കൂടിയുള്ള അവസരമാണ്. ഒരു വ്യക്തിയെ നിഷ്ഠൂരമായി മതം പഠിപ്പിക്കുന്നത് മനുഷ്യസ്നേഹമാണെന്നും മാനവിക മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് മതനിരപേക്ഷ സമൂഹത്തിനായി എല്ലാവരും ഒത്തൊരുമയോടെ നീങ്ങണമെന്നും രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ആഹ്വാനം ചെയ്തു. ടൗൺ അമ്പ് ഫെസ്റ്റിനോടനുബന്ധിച്ച് മാർക്കറ്റ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച മതസൗഹാർദ്ദ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർ പോളി കണ്ണൂക്കാടൻ.
ടൗൺ അമ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ ജിക്സൺ മങ്കുടിയാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ മുഖ്യാതിഥിയായിരുന്നു. കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, ടൗൺ ജുമാ മസ്ജിദ് ഇമാം കബീർ മൗലവി എന്നിവർ സന്ദേശങ്ങൾ നൽകി. അമ്പ് കമ്മിറ്റി പ്രസിഡന്റ് റെജി മാളക്കാരൻ, സെക്രട്ടറി ബെന്നി വിൻസൻ, ട്രഷറർ വിൻസൻ കോമ്പാറക്കാരൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടെൽസൺ കോട്ടോളി, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ഹോബി ജോളി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഷാജു പാറേക്കാടൻ, പോളി കോട്ടോളി, ഡയസ് ജോസഫ്, ജോജോ പള്ളൻ, ജോബി അക്കരക്കാരൻ, ഷാജു പന്തല്ലിപ്പാടൻ എന്നിവർ പ്രസംഗിച്ചു. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ ആർത്തവ ശുചിത്വവും പാരിസ്ഥിതിക സുസ്ഥിരതയും എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി നടന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള മെൻസ്ട്രൽ കപ്പ് വിതരണവും ബോധവൽക്കരണ ക്ലാസും മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്താ ധർമ്മരാജൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV ഷൈൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹൈസ്കൂൾ സീനിയർ അസിസ്റ്റന്റ് അൽബുഷ്ര ആശംസകൾ നേർന്നു. പ്രിൻസിപ്പൽ ബിന്ദു P. ജോൺ സ്വാഗതവും VHSE പ്രിൻസിപ്പൽ ഹേന KR നന്ദിയും പറഞ്ഞു. അപ്പോൾ ഏറ്റവും അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കംഫർട്ടബിൾ ആണ്, നല്ലതാണ്, ഇത് കുട്ടികൾക്കായാലും എല്ലാവർക്കും നല്ലതാണ്. ഇന്നത്തെ കുട്ടികൾ ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലൊരു സമയം വരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇത് തന്നെയല്ല, ഇപ്പോൾ ഏത് തരത്തിലുള്ള എങ്ങനെയൊക്കെ നമ്മൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ളതാണ് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹരിത മിഷന്റെ കീഴിലായാലും ഇപ്പം ഇന്നലെ വേറൊരു ക്ലാസ് ഉണ്ടായിരുന്നു, വേറൊരു ക്ലാസ് അല്ല, ഒരു ഫ്ലാഗ് ഹോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഇതുപോലെ തന്നെ കുട്ടികളുടെ ജനനം മുതൽ നമ്മൾ ജനിച്ച് വളർന്നതിന് ശേഷം കുട്ടികളെ നോക്കിയിട്ട് കാര്യമില്ല. ഒരു അമ്മ ഗർഭിണി ആവുമ്പോൾ മുതൽ തന്നെ പരിചരണം കൊടുത്ത് വരണം. അപ്പോഴാണ് കുട്ടികളിലുള്ള വൈകല്യങ്ങൾ മാറ്റിക്കൊണ്ട് നമുക്ക് പുതിയൊരു തലമുറയെ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും. അപ്പം ഇന്നത്തെ ഈ ക്ലാസ് എന്തായാലും ഒരു ബോധവൽക്കരണ ക്ലാസ് കുട്ടികൾക്ക് നന്നായി ഇരിക്കുമെന്ന് തോന്നുന്നു. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.